ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃത പാരിജാതം. മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തിഴുമാര്യപാദം. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ അധ്യാത്മരാമായണം, കിഷ്കിന്ധാകാന്ഡം, ബാലിസുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയെടോ.
ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൾവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വിയും മറഞ്ഞു നേടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനായ തനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേ കരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരും നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനേദിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തിലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിടിന. മിത്രാനുയോൽ ഭൂതനാകിയ രാമനോടെത്രയും ആർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിൻ തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേനതും. പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ ശ്രുത്വാരഘോത്തമൻ ഉത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായി ആലിംഗനം ചെയ്തു ചിത്തേ ഭയപ്പെടായ്കേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക്യ ഞാനന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്കുന്നേ. ചിത്തഭ്രമം വരായ് വാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതൻ എന്നുറച്ചിടുന്നി. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തനെ ബദ്ധ്വാവിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാൽ അയച്ചിടിനാൻ. ബാലിവധം. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും
ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാ സിംഹനാദം. രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തഥാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും. ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ, എനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം, എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ, ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല, കയ്യയച്ചിടുനി വൈകരുതേതുമേ, നീയൊരു കാര്യം ധരിക്കേണമോമലേ. ബന്ധുവായുള്ളതോർത്ത് സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ, ബന്ധുവായുണ്ടവനേകൻ എന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനും അറിക നീ. ശത്രുവായുള്ളവൻ വന്നു ഗ്രഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ, ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ ഭീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ. വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ, ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാൾ അതു കേട്ടവനോടു, വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമ സുതനങ്ങദനന്നേരം. കേട്ടൊരു ദന്തമെന്നോടു ചൊന്നാൾ അതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ, ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മീ സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡക കാനനെ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ, ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷ്യമൂകാജലേ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ, മിത്രമായി വാഴുക എന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാർ അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ. വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ, മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരം അർക്കതനയനുമന്നേരം. അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി, തന്നെയും കാട്ടി തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെയവൻ. വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി വാഴിച്ചു കൊൾക ഇളമയായി. യാഹി രാമം നീ ശരണമായി വേഗേന, പാഹി മാമംഗദം രാജ്യം കുലം ചതേ.
ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധോ വ്യാകുലഹീനം പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായേതുമേ നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമ ലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹം എന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകൻ ആത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ. മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മനെ പുഷ്കരലോചനെ പൂർണ്ണഗുണാംബുദേ. ഇത്തമാശ്വാസ്യ വൃത്രാരാതിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാ പരികരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ. സുഗ്രീവനെ ക്രുധാ താരയും അശ്രുകണങ്ങളും വാർത്തു വാർത്താരൂഢതാപം അകത്തു പൊക്കിയിടിനാൾ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താഠനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടുമുൾ ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടം ഒരുത്തനുമേതുമേ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക തനയനോ വിഗ്രഹം സാധവോമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ
രഘുനാഥനെ നോക്കിയും. അഗ്രജമുഷ്ടി പ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ. ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശുതേ മാഹേന്ദ്രം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചരുളീടിനാൻ. ചെന്നതു ബാലിതൻ മാറിൽ തറച്ചളവൊന്നങ്ങലേറി വീണിടിനാൻ ബാലിയും. ഭൂമിയുമൊന്നു വിറച്ചിതന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൾ സുതൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിടിനാൻ ബാലിയും. കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകൂടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടോ ദുർവാദള ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും. ഉണ്ടായ കോപ ഗേതാകുല ചേതസ. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ബാലിയുടെ പരിഭവ ഭാഷണം. എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ.
വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കട്ടതിന്നർക്കാൽമജനെ ശരണമായി പ്രാപിച്ചു. നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനുമാദരാൽ. ധർമ്മിഷ്ഠനെന്നു ഭവാനെ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപദേ. ധർമ്മമെന്തോന്നു ലഭിച്ചതിതു കൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറകമേ. വാനരമാംസം ഭക്ഷ്യമത്രേ ബദ മാനസേ തോന്നിയതെന്തിതോ ഭൂപദേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതോ നീളെ ഞാൻ. പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീതും അറിയാഞ്ഞതുമെടോ. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം. അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത്. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും. ഏറെ പറഞ്ഞു പോകായവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇത്തമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവം അകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ
നാരായണൻ നിൻ തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു. ദേഹം ഉപേക്ഷിപ്പതിന്നു യോഗം വന്നദാഹന്ത ഭാഗ്യം എന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനേ. കണ്ടു കണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാനവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിൻ തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരതാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നം അർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനേ. എന്നോടു തുല്യ ബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദ ബാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്രവൃന്ദ ദുരാപമായി ഉള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. രാമനായോരോ പരമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കപീശ്വരൻ. ശ്രീരാമസായകമേറ്റൂരനാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ധികൾ ഉള്ളിൽ കടക്കാതിരിക്കണം. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.
ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏകശ്രീ രാമായണം. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ.